ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫീസിലേക്ക് സ്വാഗതം. നമ്മൾ ദിവവാവയുടെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഉണ്ടാക്കിയ മാംഗോ ഫോറസ്റ്റ് ഹണി ബീ തീം കേക്ക് ഡിസൈനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 3 ടയർ കേക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് 3 സ്പോഞ്ച് 10 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെയും 6 ഇഞ്ചിൻ്റെയും 3 സ്പോഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു സ്ക്വയർ സ്പോഞ്ചും കൂടെ ചെയ്തിട്ടുണ്ട്. സ്ക്വയർ കേക്ക് ഇതുപോലെ സെപ്പറേറ്റ് ഒരു കേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ 10 ഇഞ്ചിൻ്റെ കേക്കാണ് ഐസിങ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ലെയർ വെച്ച് ഞാൻ സോക്ക് ചെയ്തെടുക്കുകയാണ്. സോക്ക് ചെയ്യാനായിട്ട് ഞാൻ 1 കപ്പ് പാലും 1/4 കപ്പ് കണ്ടൻസ് മിൽക്കും 1/2 കപ്പ് വിപ്പിംഗ് ക്രീമും കൂടെ നല്ല രീതിയിൽ തിളപ്പിച്ച് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ആഡ് ചെയ്യാം. നല്ല തിളപ്പിച്ച് തണുപ്പിച്ചെടുത്തതാണ്. നല്ല സോക്കായതിന് ശേഷം ഇതുപോലെ വിപ്പിംഗ് ക്രീം ഇട്ട് കൊടുക്കണം. പൈപ്പിംഗ് ബാഗിലാക്കി ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് പോളിഷ് ചെയ്ത് കൊടുക്കണം. ഇതാകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടി നല്ല പെർഫെക്റ്റ് ലെയർ ആയിട്ട് കിട്ടും. സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ ക്ലീൻ ചെയ്ത് പോകണം. ഇനി മാംഗോ ക്രഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് കുപ്പിയിൽ നിന്ന് ഡയറക്റ്റ് ഒഴിച്ചു കൊടുക്കരുത്. ജസ്റ്റ് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാവുള്ളൂ. കാരണം ക്രഷിൽ കുലുക്കാതെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് അതിൻ്റെ വെള്ളം ഒഴിക്കും. അത് വിപ്പിംഗ് ക്രീമിൽ ഒഴിച്ചാൽ വിപ്പിംഗ് ക്രീമും കൂടി മെൽറ്റായി പോകും. ക്രഷ് നല്ല സ്പ്രെഡ് ചെയ്തിട്ട് അടുത്ത ലെയർ വെച്ച് കൊടുക്കുകയാണ്. ഞാനിതിൽ നട്ട്സൊന്നും ഇടുന്നില്ല. അത് നിങ്ങളെ ഇഷ്ടം അനുസരിച്ച് ചോക്ലേറ്റ് ചിപ്സും നട്ട്സും ഒക്കെ ഇട്ട് കൊടുക്കാം. അടുത്ത സെക്കൻഡ് ലെയർ വയ്ക്കുകയാണ്. സെയിം ഇതേ കണക്ക് സോക്ക് ചെയ്തെടുക്കണം. സോക്ക് ചെയ്തെടുത്തതിന് ശേഷം ഐസിങ് ചെയ്ത് മാംഗോ ക്രഷ് ഇട്ട് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്തെടുക്കണം. ഏറ്റവും താഴെ വയ്ക്കാനുള്ള കേക്കാണ് ഇതെന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രം കോട്ട് ചെയ്തൊന്ന് സെറ്റ് ആവാൻ വേണ്ടി വയ്ക്കുകയാണ്. ഇതിൻ്റെ കളർ യെല്ലോ കളറാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അടുത്തത് 7 ഇഞ്ചിൻ്റെ കേക്കാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഒരു ബോർഡ് എടുത്ത് നമുക്ക് വിപ്പിംഗ് ക്രീമൊന്നും വെച്ച് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് തന്നെ സ്പോഞ്ച് വെച്ച് ഐസിങ് ചെയ്തെടുക്കുകയാണ്. നമ്മൾ ആദ്യം ചെയ്ത അതേ മെത്തേഡിൽ തന്നെ ക്രഷൊക്കെ ഒഴിച്ച് ഐസിങ് ചെയ്തെടുക്കുകയാണ്. ഇതാണ് സെൻറ്ററിൽ വെക്കുന്ന കേക്ക്. അത് വൈറ്റ് കളർ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ക്രം കോട്ടൊന്നും ചെയ്യുന്നില്ല. ഡയറക്റ്റ് മെയിൻ കോട്ട് ചെയ്ത് വെക്കുകയാണ്. അടുത്ത ഏറ്റവും ടോപ്പിൽ വെക്കുന്ന കേക്ക് ചെയ്യുകയാണ്. അത് ഹണി ബീ ഹൈവ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് ഫസ്റ്റ് ലെയർ 5 ഇഞ്ചിൻ്റെയാണ് എടുക്കുന്നത്. എൻ്റെ കയ്യിൽ 5 ഇഞ്ചിൻ്റെ കേക്ക് ട്രേ ഇല്ലാത്തത് കൊണ്ട് ഞാൻ 6 ഇഞ്ചിൻ്റെ ചെയ്തിട്ട് 5 ഇഞ്ചിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. ഇതും നമ്മൾ ബാക്കി 2 കേക്ക് ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഐസിങ് ചെയ്തെടുക്കുന്നത്. അടുത്തത് 4 ഇഞ്ച് വെക്കുകയാണ്. 4 ഇഞ്ചിൻ്റെ സ്പോഞ്ച് വെച്ച് സോക്ക് ചെയ്ത് ഐസിങ് ചെയ്തെടുക്കുകയാണ്. അത് കഴിഞ്ഞ് 3 ഇഞ്ച്, അത് കഴിഞ്ഞ് 2 ഇഞ്ച്. ഇതുപോലെ ചെയ്ത് കറക്റ്റ് ഒരു ഗോപുരം കണക്കാക്കി എടുക്കുകയാണ്. ഇതും ആ ഷേപ്പ് കിട്ടുന്ന രീതിയിൽ ക്രം കോട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ഇതും യെല്ലോ കളറാണ് ചെയ്യുന്നത്. കുറച്ച് തിക്കായിട്ടുള്ള പ്ലാസ്റ്റിക് ഷീറ്റ് വെച്ച് ഇങ്ങനെ ഷേപ്പ് ചെയ്തെടുക്കാം. ഡോൾ കേക്കിൻ്റെ ട്രേയിൽ ചെയ്താൽ നമുക്ക് ഇത്രയും ചെറുതായിട്ട് കിട്ടത്തില്ല. പിന്നെ നമ്മളെ വീട്ടിൽ ബൗൾ ഒക്കെ ഉണ്ടെങ്കിൽ, സ്റ്റീലിൻ്റെയൊക്കെ ബൗൾ ഉണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്തിട്ട് കട്ട് ചെയ്ത് ഐസിങ് ചെയ്താലും മതി. ഇനി നമ്മൾ ക്രം കോട്ടൊക്കെ ചെയ്ത് വെച്ചിരുന്ന വലിയ കേക്ക് 10 ഇഞ്ചിൻ്റെ കേക്ക് മെയിൻ കോട്ട് ചെയ്തെടുക്കുകയാണ്.
മാക്സിമം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് എഡ്ജ് കിട്ടണം, നല്ല ഷാർപ്പ് എഡ്ജ് കിട്ടണം. അതിനായിട്ട് ഐസിങ് നൈഫ് ചെറിയ ചൂട് വെള്ളത്തിൽ മുക്കിയിട്ട് തുടച്ചിട്ട് ഐസിങ് ചെയ്തെടുക്കണം. ആ വെള്ളത്തോടെ ഐസിങ് ചെയ്തെടുക്കരുത്. അങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഷാർപ്പ് എഡ്ജ് കിട്ടും. ഇനി ആ ഹൈവിൽ വയ്ക്കാനുള്ള ഡോറ് ചെയ്യുകയാണ്. ആ ഹൈവിൻ്റെ ഹൈറ്റ് നോക്കിയിട്ട് അതിൻ്റെ അകത്ത് വരുന്ന രീതിയിൽ ഞാൻ ഡോറ് വരച്ചിട്ട് ഡാർക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്ത് അതിൽ വരച്ചു കൊടുക്കുകയാണ്. ഡാർക്ക് ചോക്ലേറ്റ് ഞാൻ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് മെൽറ്റ് ചെയ്തെടുത്തത്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വരച്ച് ബോർഡർ ഒന്ന് ക്ലിയർ ആയതിനു ശേഷം അതിനകത്ത് നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. കുറച്ച് കട്ടിക്കിരുന്നാലും കുഴപ്പമില്ല. ഇത് ഞാനൊരു 10 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബട്ടർ പേപ്പറിൽ നിന്ന് ഊരിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഫോണ്ടൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ കുറച്ച് ഹണി ബീസിനെ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഡാർക്ക് യെല്ലോ കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് അത് ഒരു 0.5 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ പരത്തിയെടുക്കണം. എന്നിട്ട് കുറച്ച് വലിയ നോസിലിൻ്റെ ബേക്ക് സൈഡ് വെച്ച് റൗണ്ടായിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ എടുത്തതിന് ശേഷം ഓരോന്നെടുത്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കണം. ഒരു ഓവൽ ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് ഞാനൊരു ബ്ലാക്ക് ഫോണ്ടൻ്റ് നല്ല രീതിയിൽ പരത്തിയിട്ട് നീളത്തിന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒരു റിബൺ കണക്ക്, ചെറിയ തിക്നെസ്സുള്ള റിബൺ കണക്ക് കട്ട് ചെയ്തെടുക്കണം. ഒരു 4 സെൻറ്റിമീറ്റർ ലെങ്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി. ഹണി ബി യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ അല്ലേ, അതിനായിട്ടാണ്. എന്നിട്ട് നമ്മൾ നേരത്തെ റോൾ ചെയ്ത് വെച്ചിരുന്ന ആ യെല്ലോ ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ ഇതുപോലെ ഒന്ന് ചുറ്റി വച്ച് കുറച്ച് വെള്ളം തൊട്ട് ഒട്ടിച്ച് വെക്കണം. നമുക്ക് ഫോണ്ടൻറ്റ് സ്റ്റിക്കായിരിക്കാൻ കുറച്ച് വെള്ളം മതി. എന്നിട്ട് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് റൗണ്ട് ആക്കിയിട്ട് അതിൻ്റെ ബേക്കിൽ ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. ഇനി ഹണിബീയുടെ കണ്ണ് വെച്ചു കൊടുക്കുകയാണ്. അതിനായിട്ട് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് ഒരു കടുകിൻ്റെ സൈസിന് ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ആ കണ്ണ് രണ്ടും വച്ചു കൊടുക്കണം. ഇതും വെള്ളം ചെറുതായിട്ടൊന്ന് തൊട്ടിട്ട് വേണം വച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് സ്മൈലിയിൽ ഒരു ടൂളുണ്ട്, അത് വെച്ച് വായാക്കി കൊടുത്തു. എന്നിട്ട് വൈറ്റ് ഫോണ്ടൻ്റ് ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ഒരു മീഡിയം സൈസിലുള്ള ഹാർട്ട് കട്ട് ചെയ്തെടുത്തിട്ട് ബീരെ കറക്റ്റ് സെൻറ്ററിൽ വെച്ച് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല സ്റ്റിക്കായിട്ടിരുന്നോളും. ഹണി ബീ റെഡിയായി. ഇനി നമുക്ക് കേക്ക് ടോപ്പറായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ബേബി ബീ ഉണ്ടാക്കണം. അതിനായിട്ട് കുറച്ച് വലിയ സൈസിൽ തന്നെ യെല്ലോ ഫോണ്ടൻ്റ് എടുക്കുകയാണ്. എന്നിട്ട് അതിൽ ഒരു റോൾ എടുത്ത് ഈ കോൺ ഷേപ്പ് ആക്കി എടുക്കണം. ഇത് അതിൻ്റെ ബോഡി ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുത്തിട്ട് നല്ല രീതിയിൽ നമ്മൾ നേരത്തെ ഹണി ബീക്ക് ചെയ്ത അതേ കണക്ക് തന്നെ റോൾ ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളിപ്പോൾ കോൺസ് പോലെ ചെയ്ത് വെച്ചേക്കുന്ന അതിൻ്റെ ചുറ്റും ഒട്ടിച്ച് വെക്കണം. ഇതുപോലെ വെള്ളം തൊട്ടതിന് ശേഷം താഴോട്ട് ഒട്ടിച്ചെടുക്കണം. ഒരു 2-3 ലൈൻസ് ഒട്ടിച്ചെടുത്താൽ മതി. കൂടുതലായിപ്പോയാൽ അതിൻ്റെ ഭംഗി കാണത്തില്ല. ഈ ബേക്ക് ഞാനൊരു 2 ലൈനേ ഒട്ടിക്കുന്നുള്ളൂ. അതിൻ്റെ ബോഡി ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചെടുക്കണം. ഇനി നമുക്ക് ഹണി ബീയുടെ ഫേസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ചേക്കുന്ന ഫോണ്ടൻ്റ് എടുക്കുകയാണ്. ഞാൻ ബേബി ബീയുടെ ഐസ് കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് അത് നമുക്ക് ആദ്യമേ ചെയ്യാം. അതിനായിട്ട് ആദ്യം നമ്മൾ വൈറ്റ് ഫോണ്ടൻ്റ് എടുത്ത് ചെറിയതായിട്ട് ഒന്ന് റൗണ്ടാക്കി വയ്ക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ ഒരു ടൂള് വെച്ച് അതിൻ്റെ കണ്ണ് ഭാഗം നമുക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് കറക്റ്റ് ഷേപ്പ് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന വൈറ്റ് ഫോണ്ടൻ്റ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ആ സെയിം വൈറ്റ് ഫോണ്ടൻറ്റിൻ്റെ അകത്ത് വയ്ക്കുന്ന രീതിയിൽ ബ്ലൂ കളർ ഫോണ്ടൻ്റ് എടുക്കണം. എന്നിട്ട് അതിനകത്ത് എന്ന് വെച്ചാൽ മുകളിലത്തെ ആ വൈറ്റ് കാണണം, ആ രീതിയിൽ ബ്ലൂ കളർ ഒട്ടിച്ചു കൊടുക്കണം. ചെറുതായിട്ടൊന്ന് കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് റൗണ്ടാക്കിയാൽ മതി, ഷേപ്പായിട്ട് കട്ട് ചെയ്തെടുക്കുകയൊന്നും വേണ്ട. ഇനി ആ ബ്ലൂവിൻ്റെ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുക്കുകയാണ്. അത് ഞാൻ കുറച്ച് കറക്റ്റ് റൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ നോസിലെടുത്ത് ചെയ്യുകയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് വെച്ചാലും മതി. അതിനകത്തോട്ട് ഇത് രണ്ട് ബ്ലാക്ക് ഫോണ്ടൻ്റും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്.
ഇനി ആ ഐസിന് കുറച്ചും കൂടെ ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് ഫോണ്ടൻറ്റ് ചെറിയ കടുകിൻ്റെ സൈസിലും അതിൻ്റെയും കുറച്ചും കൂടെ ചെറിയ സൈസിൽ 2 ഐസിലും വെച്ച് കൊടുക്കുകയാണ്. സെയിം ആംഗിളിൽ തന്നെ വെച്ച് കൊടുക്കണം. മുകളിൽ വലുതും താഴെ വയ്ക്കുന്ന ഫോണ്ടൻറ്റ് ചെറുതും അങ്ങനെ വേണം വെച്ച് കൊടുക്കാൻ. രണ്ടും സെയിം ആംഗിളിലായിരിക്കണം. ഇനി നമ്മളെ ബേബി ബീക്ക് ഐലാഷസ് വെച്ച് കൊടുക്കുകയാണ്. അതിനായിട്ട് ഇതുപോലെ ഫോണ്ടൻറ്റ് ബ്ലാക്ക് ഫോണ്ടൻറ്റ് ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല നൈസായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മൾ വൈറ്റ് വെച്ചിരുന്നില്ല ആ ഫോണ്ടൻറ്റിൻ്റെ മുകളിൽ കൂടി ആ ഷേപ്പിന് തന്നെ ചുറ്റി ഇങ്ങനെ റൗണ്ടാക്കി വയ്ക്കണം. എന്നിട്ട് നൈഫോ ടൂത്ത് പിക്കോ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഒന്ന് മുകളിലോട്ട് വിങ്സ് കണക്ക് ആ ഫോണ്ടൻറ്റിൽ നിന്ന് തന്നെ കട്ട് ചെയ്ത് മുകളിലോട്ട് ഷേപ്പ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു ഐലാഷസിൻ്റെ ഷേപ്പ് കിട്ടും. ബേബി ബി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഐസിന് കുറച്ചും കൂടി ഒരു ഷൈനിങ്ങും ഒരു പെർഫെക്ഷനും കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ബേബി ബി എന്ന് മാത്രമല്ല, നമുക്ക് ഏതൊരു ഐസിന് കുറച്ചും കൂടി ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു മെത്തേഡ് എടുക്കാം. എന്നിട്ട് നേരത്തെ ഐലാഷസിന് എടുത്ത അതേ ഫോണ്ടൻറ്റിൻ്റെ ആ തിക്നെസ്സിൽ തന്നെ ബ്ലാക്ക് ഫോണ്ടൻറ്റ് എടുത്ത് ഐബ്രോയും ആക്കി കൊടുക്കുകയാണ്. ആ ഷേപ്പിന് തന്നെ ചെറിയൊരു നീളത്തിന് ഐബ്രോസും വെച്ച് കൊടുക്കുന്നുണ്ട്. എല്ലാ ഫോണ്ടൻറ്റ് ടൂളിൻ്റെ കൂടെ ഈ ഒരു ടൂള് കാണും. ഇത് വെച്ച് ഒരു സ്മൈലിംഗ് മൗത്ത് ലിപ്പ് വരച്ചു കൊടുക്കുകയാണ്. ഇൻ കേസ് നമ്മളെ കയ്യിൽ ആ ഒരു ടൂൾ ഇല്ലെങ്കിൽ ടൂത്ത് പിക്കോ നൈഫോ വെച്ച് അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കാം. വായൊന്ന് കറക്റ്റ് വരച്ചെടുത്താൽ മതി. നമ്മുടെ ഹണി ബീക്ക് ഒരു ചെറിയ ഐബ്രോയും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബേബി ബീയുടെ ഹാൻഡ്സ് ചെയ്യാണ്. രണ്ടും സെയിം അളവിൽ തന്നെ ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് ഷേപ്പ് ചെയ്ത് ഒട്ടിച്ച് വെക്കണം. വെള്ളം വെച്ച് ഒന്ന് ചെറുതായിട്ട് തൊട്ടിട്ട് വേണം ഒട്ടിച്ച് വെക്കാൻ വേണ്ടിയിട്ട്. ഹാൻഡ്സും ലെഗ്സും ഒക്കെ ബ്ലാക്ക് ഫോണ്ടൻറ്റിൽ തന്നെയാണ് ചെയ്യുന്നത്. കൈ രണ്ടും നല്ല രീതിയിൽ ഒട്ടിച്ചതിന് ശേഷം അതിൽ ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കുകയാണ്. അതിന് ഞാൻ പിങ്ക് കളർ ഫോണ്ടൻ്റാണ് എടുക്കുന്നത്. എന്നിട്ട് ഫ്ലവർ കട്ടർ വെച്ച് ചെറിയ ഫ്ലവേഴ്സ് കട്ട് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ സെൻറ്ററിൽ യെല്ലോ ഫോണ്ടൻറ്റ് വെച്ച് ഒരു ചെറിയ ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഹണി ബീയുടെ ഒരു കയ്യിൽ നല്ല വെള്ളം വെച്ച് തൊട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കയ്യിൽ ഫ്ലവറിൻ്റെ ഒരു ബൊക്കെ ഇരിക്കുന്ന കണക്ക് നമുക്ക് തോന്നാൻ വേണ്ടിയിട്ടാണ്. ഇനി ബേബി ബീയുടെ ലെഗ് ചെയ്യുകയാണ്. അതിനായിട്ട് ബ്ലാക്ക് ഫോണ്ടൻറ്റും പിങ്ക് ഫോണ്ടൻറ്റുമാണ് എടുക്കുന്നത്. ലെഗ് ബ്ലാക്കും പിങ്ക് ഷൂ ആണ് ചെയ്യുന്നത്.
ലെഗ് നല്ല രീതിയിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. ഇനി ഒരു ടൂത്ത് പിക്ക് എടുത്ത് കറക്റ്റ് സെൻറ്ററിൽ കുത്തി ഹെഡ് ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ബേബി ബീക്ക് വിങ്സും ആൻറ്റിനെ വയ്ക്കാനുള്ളൂ. അതിനായിട്ട് വൈറ്റ് ഫോണ്ടൻ്റെ അടുത്ത് വലിയൊരു ഹാർട്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ച് അതിൻ്റെ സെൻറ്ററിൽ കട്ട് ചെയ്യണം. എന്നിട്ട് കുറച്ച് ബ്ലാക്ക് ഫോണ്ടൻ്റ് എടുക്കണം. അത് ഗോൾഡൻ തിൻ മെറ്റൽ വയറിൽ സ്റ്റിക്ക് ചെയ്ത് വെക്കണം. എന്നിട്ട് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമ്മൾ വയർ കട്ട് ചെയ്ത് കറക്റ്റ് ആൻറ്റിന ഷേപ്പിൽ വെച്ച് കൊടുക്കണം. ഇനി വിങ്സിന് വേണ്ടിയിട്ട് അതിൻ്റെ ആവശ്യത്തിൻ്റെ ലെങ്തിൽ കട്ട് ചെയ്തെടുത്തിട്ട് കുറച്ച് വെള്ളം വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഞാൻ ഓവർനൈറ്റ് ഡ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഫോണ്ടൻറ്റിൽ ചെയ്തതെല്ലാം ഞാൻ തലേന്ന് തന്നെ ചെയ്ത് ഡ്രൈ ചെയ്യാൻ വെച്ചു. ഇനി ഫോണ്ടൻ്റ് ഉപയോഗിച്ച് പേരെഴുതിയാണ് ഞാൻ ഇതുപോലെ ഒരു ബുക്കിൽ വരച്ച് എഴുതി വെച്ചിട്ട് ആ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തത്. കട്ട് ചെയ്യേണ്ട രീതി ഞാൻ കാണിച്ചു തരാം. ലെറ്റേഴ്സ് എല്ലാം റെഡ് ഫോണ്ടൻറ്റിലാണ് ചെയ്യുന്നത്. അതിനായിട്ട് റെഡ് ഫോണ്ടൻറ്റ് ഇതുപോലെ ബേക്കിൽ വച്ചിട്ട് അത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ആ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ, അത് കാണുന്നില്ലേ, അത് നമ്മൾ ഒരു കട്ടിങ് നൈഫ് വെച്ച് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെയാണ് ഞാൻ ഫോണ്ടൻറ്റിൽ ലെറ്റേഴ്സ് കട്ട് ചെയ്തെടുത്തത്. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് പേര് വയ്ക്കാനുള്ള ബോർഡും ചെയ്തത്. ബ്രൗൺ ഫോണ്ടൻറ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു വുഡൻ ലുക്കിൽ വരച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ലെറ്റേഴ്സ് എല്ലാം കുറച്ച് വെള്ളം തൊട്ട് ഇതുപോലെ ഒട്ടിച്ചെടുക്കണം. ലെറ്റേഴ്സ് എല്ലാം ഒട്ടിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ ബീക്ക് കയ്യിൽ വെച്ച ഫ്ലവേഴ്സില്ലേ, ആ സെയിം ഫ്ലവേഴ്സ് തന്നെ ഇതുപോലെ സൈഡിലും വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഗ്രീൻ കളർ ചെറിയ ലീഫ് കണക്കും കട്ട് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇനി കേക്കിൻ്റെ ബോർഡർ ഫില്ല് ചെയ്ത് കൊടുക്കാനുള്ള ഹെക്സഗണാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് യെല്ലോ കളർ ഫോണ്ടൻ്റ് എടുത്തിട്ട് ഹെക്സഗണിൻ്റെ ഷേപ്പിലൊരു അച്ഛൻ എൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ സെയിം മെത്തേഡിൽ ഞാൻ വൈറ്റ് ഹെക്സഗണും ലൈറ്റ് ഓറഞ്ച് കളർ ഹെക്സഗണും ഒരു ലൈറ്റ് യെല്ലോ കളർ ഹെക്സഗണും ചെയ്യുന്നുണ്ട്. എല്ലാ സൈഡും ഇതുപോലെ നൈഫ് വെച്ച് തട്ടി കൊടുക്കുമ്പോൾ കുറച്ചും കൂടി വൃത്തിയായിട്ടിരിക്കും. അതുപോലെ തന്നെ നമ്മൾ കേക്കിൽ ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഫ്ലവേഴ്സും കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. ഇതെല്ലാം തലേന്ന് തന്നെ ചെയ്ത് വെക്കുകയാണ്. നല്ല ഡ്രൈ ആയിട്ട് പിറ്റേന്നിരിക്കും. ഇനി കേക്ക് സെറ്റ് ചെയ്യുകയാണ്. നമ്മൾ കട്ട് ചെയ്യുന്ന എപ്പോഴും അതിന് കുറച്ച് മുമ്പ് സെറ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് ലെയർ 10 ഇഞ്ചിൻ്റെ കേക്കിൻ്റെ ആ ഒരു ഹൈറ്റിൽ നമ്മൾ ഒരു 4 സ്റ്റിക്ക് കുത്തി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ 7 ഇഞ്ചിൻ്റെ വൈറ്റ് കേക്ക് വയ്ക്കുകയാണ്. ഇതുപോലെ ഐസിങ് നൈഫ് വെച്ച് പതുക്കെ എടുത്ത് വേണം മുകളിൽ വയ്ക്കാൻ വേണ്ടിയിട്ട്. 2 നൈഫ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. വളരെ ക്ഷമയോടെ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. പതുക്കെ വേണം ചെയ്ത് വയ്ക്കാൻ വേണ്ടിയിട്ട്. ഈ 2 കേക്കിൻ്റെ ഹൈറ്റിലും കൂടി ഒരു സ്റ്റിക്ക് കുത്തി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഹൈവ് മുകളിൽ വെച്ചു കൊടുക്കുകയാണ്. അത് ക്രം കോട്ട് ചെയ്ത് അങ്ങനെ വെച്ചു കൊടുക്കുകയാണ്. യെല്ലോ മെയിൻ കോട്ട് ഇനിയേ ചെയ്യുന്നുള്ളൂ. അതിനായിട്ട് പൈപ്പിംഗ് ബാഗിൽ യെല്ലോ വിപ്പിംഗ് ക്രീം ഇട്ട് ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ചുറ്റി ഇങ്ങനെ എടുത്താൽ മതി. പ്ലെയിൻ ഫ്ലാറ്റ് നോസിലുണ്ടെങ്കിൽ അതാണ് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കിട്ടുന്നത്. ഇത് ഒരു പെർഫെക്ഷൻ അത്ര കിട്ടത്തില്ല. മെയിൻ കോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചോക്ലേറ്റ് ഡോർ വെച്ച് ചെറുതായിട്ട് അതിൻ്റെ മുകളിൽ ബോർഡർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഹൈവിൻ്റെ മുകളിലായിട്ട് മാംഗോ എസൻസ് ഒഴിച്ച ചോക്ലേറ്റ് ഗനാഷ് ഒഴിച്ചു കൊടുക്കുകയാണ്. 1/4 കപ്പ് വൈറ്റ് ചോക്ലേറ്റിൽ ഒരു 2 ടേബിൾ സ്പൂൺ ചൂട് വിപ്പിംഗ് ക്രീം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. അതിൽ ഒരു 5 ഡ്രോപ്പ് മാംഗോ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആവശ്യമനുസരിച്ച് കളർ കൊടുക്കാം. ഗനാഷ് ഇങ്ങനെ ഡ്രിപ്പ് ചെയ്യുന്ന ഹണിയുടെ ഒരു ലുക്കിന് വേണ്ടിയിട്ടാണ്. ഇനി ആ ഡോറ് സൈഡിലുള്ള ബാക്കി വന്ന വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുകയാണ്. യെല്ലോ ഫോണ്ടൻ വെച്ച് ഒരു നീളത്തിൻ്റെ റിബൺ കട്ട് ചെയ്തിട്ട് വൈറ്റ് കേക്കിൻ്റെ ചുറ്റും ബോർഡറായിട്ട് വെച്ച് കൊടുക്കുകയാണ്. അത് ലാസ്റ്റ് പ്ലാൻ ചെയ്തതുകൊണ്ടാണ് അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തത്. ഇനി നമ്മൾ പല കളറിൽ ചെയ്ത് വെച്ചേക്കുന്ന ഹെക്സഗൺ ഏറ്റവും താഴത്തെ കേക്കിൽ എന്ന് വെച്ചാൽ 10 ഇഞ്ചിൻ്റെ കേക്കിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ബോർഡറായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ചില ഹെക്സഗണൊക്കെ പകുതിയായിട്ട് കട്ട് ചെയ്ത് അതൊരു ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് വെക്കുകയാണ്.
ഫസ്റ്റ് ഹാഫായിട്ട് കട്ട് ചെയ്ത ഹെക്സഗണാണ് വയ്ക്കുന്നത്. അതിൻ്റെ കറക്റ്റ് അളവിൽ വലിയ ഹെക്സഗണ വയ്ക്കുകയാണ്. പല കളറിലായിട്ട് മാറി മാറി വയ്ക്കുന്നുണ്ട്. കേക്ക് ഫുള്ളാ വയ്ക്കുന്നില്ല, ഒരു പകുതിയായിട്ടേ വയ്ക്കുന്നുള്ളൂ. ഹണി ബീസും ഹെക്സഗണും ഒക്കെ ഇതുപോലെ ബോർഡിൽ ഡ്രൈ ആവാൻ വേണ്ടിയിട്ട് വച്ചിരുന്നു. ഹാഫ് ഹെക്സഗൺ വച്ചിട്ട് അതിൽ ചെയ്യുമ്പോൾ മാത്രമേ ഇങ്ങനൊരു ഫിനിഷിംഗ് ലുക്ക് കിട്ടത്തുള്ളൂ. കേക്കിൻ്റെ ഏറ്റവും ബോട്ടം ഭാഗത്ത് ഈ ഒരു ഫിനിഷിംഗ് ലുക്കിന് വേണ്ടിയിട്ടാണ് പകുതിയായിട്ട് കട്ട് ചെയ്തത്. ഇനി ബേബി ഹണി ബീയെ കേക്കിൻ്റെ സൈഡിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ്. വൈറ്റ് കേക്കിൻ്റെ മുകളിലാണ് വയ്ക്കുന്നത്. അതിൻ്റെ താഴെയായിട്ട് നമ്മൾ പേരെഴുതി വച്ചേക്കുന്ന ആ ബോർഡ് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന ബീസ്, ഹണി ബീസ് എല്ലാം ഇതുപോലെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ടൂത്ത് പിക്ക് അതിൻ്റെ സെൻറ്ററിലൊന്ന് കുത്തിയിട്ട് ചെറിയ പീസുകളായിട്ട് കുത്തിയിട്ട് സ്റ്റിക്ക് ചെയ്ത് വയ്ക്കുകയാണ്. ഇതുപോലെ കുറച്ച് ഹണി ബീസ് ഉണ്ടാക്കി എന്നിട്ട് നമ്മൾ യെല്ലോയിൽ വച്ചേക്കുന്ന റിബണിൽ വൈറ്റ് ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. നമ്മളെ കേക്ക് റെഡിയായി. ഇതാണ് നമ്മളെ ദിവവാവേര ഫസ്റ്റ് ബർത്ത്ഡേ കേക്ക്. ഓവറോൾ ഒരു യെല്ലോ ബ്ലാക്ക് കളർ തീം പാർട്ടിയായിരുന്നു. ബർത്ത്ഡേ വിശേഷം എല്ലാം ഞാനൊരു വ്ളോഗായിട്ട് ഇടുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ കൂട്ടുകാരെ, ബൈ.